മാഡം ചോദിച്ചല്ലോ അദാനിയുടെ പേര് വന്നതിലെ എന്താണ് അതിൽ വ്യക്തത എന്ന്. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആ കമ്പനിയാണല്ലോ, അധികം പ്രശസ്തമൊന്നുമല്ല, ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന്റെ രജിസ്റ്റേർഡ് അഡ്രസ് വരുന്നത് നവി മുംബൈ ധീരുഭായ് അംബാനി നോളജ് സിറ്റിയിലാണ്. പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ഇതിന് ബന്ധമുണ്ട്. ഇതാണല്ലോ ഉയർത്തുന്ന ആരോപണം. അത് ആണ് ഏറ്റവും ലാർജസ്റ്റ് ഡോണേഴ്സിന്റെ ലിസ്റ്റിലെ മൂന്നാമത് നിൽക്കുന്ന കമ്പനി. ഇലക്ട്രൽ ബോണ്ട്സ് കൊടുത്തതിൽ അവർ 410 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി 2021, 22, 2023, 24 കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കമ്പനി എന്ന് പറയുന്നത്, അതായത് ഈ ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് റിലയൻസിന്റെ ഒരു എൻറ്റിറ്റിയുടെയും സബ്സിഡിയറി അല്ല. അത് ആ സ്ഥാപനം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ അതല്ലെങ്കിൽ അത് മറിച്ചാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് വേണം. റിലയൻസിന്റെ സബ്സിഡറി കമ്പനിയല്ല, അതിന്റെ മൊത്തം വിറ്റുവരവ് എത്രയാ? ഏതാ, ക്വിക്ക് സപ്ലൈ ചെയിന്റെ ആണോ? ക്വിക്ക് സപ്ലൈ ചെയിൻ മൊത്തം വിറ്റുവരവ് എന്ന് പറയുന്നത് 400 ചില്ലുവാനം കോടി രൂപയാണ്. ഇവർ 410 കോടി രൂപയുടെ ബോണ്ടാണ് എടുത്തിരിക്കുന്നത് ഒന്ന്. അപ്പോൾ നമ്മളെ വിറ്റുവരവ് 10 രൂപയാണെങ്കിൽ, ഈ റിപ്പോർട്ടർ ടിവിയുടെ വിറ്റുവരവാണ്, വിറ്റുവരവ് 10 രൂപയാണെങ്കിൽ നമ്മൾ 10 രൂപ എന്ത് ചെയ്യുന്നു? ബോണ്ട് എടുക്കുന്നു, ബോണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ പറയുന്ന 410 കോടി രൂപ ഇവർ കൊടുത്തിരിക്കുന്ന ബോണ്ടിൻ്റെ 410 കോടി രൂപയുടെ 1/4% മാത്രമാണ് ലാഭം. മൊത്തം വിറ്റുവരവ് വേറെ, മൊത്തം വിറ്റുവരവിൻ്റെ അത്രയും ഇവർ ബോണ്ട് എടുക്കുന്നു. അതിൻ്റെ മൊത്തം ഈ പറയുന്ന ബോണ്ടിൻ്റെ 1/4% മാത്രമാണ് ലാഭം. അതായത് നമുക്ക് 2.5 രൂപയാണ് നമ്മുടെ ലാഭം എന്ന് വിചാരിക്കുക. റിപ്പോർട്ടർ ടിവിയുടെ നമ്മൾ കൊടുക്കുന്നത് 10 രൂപ നമ്മൾ ബോണ്ട് കൊടുക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നു, വാ മോനെ നീ രാഷ്ട്ര പുനർനിർമ്മാണം നടത്തൂ, ജനാധിപത്യം പരിപോഷിപ്പിക്കൂ, അതുകൊണ്ട് എനിക്ക് ലാഭം 2.5 രൂപയേ ഉള്ളൂ, ഞാനൊരു കാര്യം ചെയ്യാം, 10 രൂപ നിൻ്റെ പോക്കറ്റിലിട്ട് തരാം എന്ന് പറയുന്നു. അങ്ങനെ വളരെ ജനാധിപത്യത്തോട് ഇത്രയധികം താല്പര്യമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളല്ല, കോർപ്പറേറ്റുകളാണെന്ന് പറയേണ്ടി വരും. ഈ ക്വിക്ക് സപ്ലൈ ചെയിൻ റിലയൻസുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ സ്ഥാപിക്കുകയാണ്. നമ്മളല്ല സ്ഥാപിക്കുന്നത്, അത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണല്ലോ പറയേണ്ടത്. അവർ തന്നെ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ്. അത് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് അതിന്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തണമല്ലോ. അങ്ങേക്ക് ഒരു കമ്പനിയുടെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാമല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ഷാഡോ കമ്പനിയും ഷെൽ കമ്പനിയും ഒന്നല്ല, ഇതൊരു ലെസ് നോൺ കമ്പനിയാണ്. ക്വിക്ക് സപ്ലൈ ചെയിനും റിലയൻസ് തമ്മിൽ ഒരു ബന്ധമില്ല. ഓഫീസറും റിലയൻസുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ CFO ആയിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിന്റെ മറ്റ് സ്ഥാപനം നടത്തുന്നതോ അല്ലെങ്കിൽ അനധികൃതമായി ഫിനാൻസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറൊരു കമ്പനി നടത്താം. അല്ല, റിലയൻസ് പക്ഷേ അദ്ദേഹം നടത്തുന്ന കമ്പനി ഈ പറയുന്ന തന്റെ ലാഭത്തിന്റെ 4 ഇരട്ടി പണം ബോണ്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ജനാധിപത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഉത്കടമായിട്ടുള്ള എന്താ പറയുക താല്പര്യം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ബോണ്ട് വാങ്ങിയ 14 കമ്പനികളുണ്ടല്ലോ, ഈ 14 കമ്പനികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികൾ. ആ കമ്പനികൾക്ക് ഒരു സഹായവും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല എന്ന് സൂചി ഉറപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ കമ്പനികൾ പണം നൽകിയെന്ന് പറയുന്ന ആ ടൈം പീരീഡിന് ശേഷവും EDയുടെ അന്വേഷണം നടന്നിട്ടുണ്ട്. അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രൂവ് ചെയ്യാം. അതായത് നിർമ്മല സീതാരാമൻ എന്നതിന് ഇക്കാര്യത്തിൽ ഈ ലിങ്ക് സംബന്ധിച്ച്, അതായത് ഇപ്പോൾ പറഞ്ഞ ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നത്, ഞാൻ ധനമന്ത്രിയാണ് കോട്ട് ചെയ്യുന്നത്, നിർമ്മല സീതാരാമന്റെ സൗണ്ട് ബൈറ്റ് ആണ്. നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ ഏജൻസികളുടെ ഫംഗ്ഷനിങ്ങും ഈ കൊടുത്തിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ മറുപടി അല്ലല്ലോ ധനമന്ത്രി നൽകുന്ന. ധനമന്ത്രി പറഞ്ഞാൽ അത് സത്യമാണെന്നൊന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്നതാണോ? ഒരു മിനിറ്റ്, അത് അങ്ങനത്തെ രാഷ്ട്രീയ മറുപടി അല്ല എനിക്ക് വേണം. സുജിയാൻ ചോദിക്കുന്ന അന്വേഷണം നടക്കുന്നില്ല സുജിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നടക്കുന്നുണ്ട് എന്ന് കൃത്യമായ ഒരു മറുപടി ഒരു അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചീഫായ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഞാൻ അംഗീകരിക്കില്ല എന്ന് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാത്ത കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെ പറയും. രാഷ്ട്രീയ മറുപടി ആകുമ്പോൾ അംഗീകരിക്കില്ല എന്ന് പറയും. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതോ അന്വേഷണം ക്ലോസ് ചെയ്തോ? ഈ 2 ചോദ്യങ്ങളാണല്ലോ. ഇതിനിടയിലെ കാര്യങ്ങളുണ്ട്. ഇപ്പോ BRS തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ NDAയിൽ ചേരും എന്നുള്ളതായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ NDAയിൽ ചേരുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ ഇപ്പോൾ കവിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? നോക്കൂ, നമ്മളിപ്പം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും NDA മുന്നണി ആയിക്കഴിഞ്ഞല്ലോ. തെലങ്കാനയിൽ BRS NDAയിൽ ചേരുന്നില്ല, ഉടനെ കവിത അറസ്റ്റ് ചെയ്യപ്പെടുന്നു.
കവിത നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. ഏത് കാലഘട്ടത്തിലാണ് ഡൽഹി മദ്യ കേസ് ഉണ്ടാകുന്നത്? എത്ര കാലമായി ഡൽഹിയിലെ മനീഷ് സിസോദി അടക്കമുള്ള മന്ത്രിമാർ അറസ്റ്റിലായപ്പെട്ട് ജയിലിലാക്കപ്പെട്ടിട്ട് 1 വർഷത്തിൽ മേലെ ആയില്ലേ? എന്താ അവരുടെ തന്നെ പങ്കാളിത്തം ഉണ്ടല്ലോ കവിതാ റാവുവിന്. കവിതാ റാവു ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, ഇന്നാണല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അല്ല, അന്വേഷണം ഞാൻ പറയുന്നത് അന്വേഷണം പല വിധത്തിൽ നടത്താം സുജിയ. അന്വേഷണം നിങ്ങൾക്കിപ്പോൾ എനിക്കിപ്പോൾ സുജിയുടെ കയ്യിൽ നിന്ന് 450 കോടി രൂപ ബോണ്ടായി കിട്ടണം എന്നുള്ളത് കൊണ്ട് സുജിയക്കെതിരെ ഞാനൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ വേദിയിൽ വന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ്? മുൻകാലങ്ങളിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്യും. കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അക്കാര്യത്തിൽ വിചാരണ നടക്കും. വിചാരണ നടന്നതിന് ശേഷമാണ് കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തി ഒന്നുകിൽ ജയിലിൽ അകത്താവുകയോ അല്ലെങ്കിൽ പുറത്താവുകയോ ചെയ്യുക. ഇതിപ്പോൾ ഒരാളെ കുറ്റക്കാരനാകണം എന്ന് കാണുന്നു, അയാളെ പിടിച്ച് ജയിലിലിടുന്നു. ജയിലിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷണം നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വിചാരണ നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അയാളെ എത്ര കാലം ജയിലിലിടണോ അതിനുശേഷം മാത്രമേ ആ കേസ് പൂർത്തിയാക്കുള്ളൂ. അതാണ് പുതിയ ED കാലം. ഈ ഉത്തരകാശിയിൽ സിൽക്കാരിയിൽ തകർന്നു വീണ തുരങ്കത്തിന്റെ നിർമ്മാതാക്കളായ നവയുഗ് കമ്പനിയും ബോണ്ട് വാങ്ങിയവരിലുണ്ട് കേട്ടോ. അപ്പോൾ അവരിലേക്കുള്ള അന്വേഷണം ഇതുവരെയൊക്കെ അല്ല, കവിതയുടെ അറസ്റ്റ് ED ഡൽഹി ലിക്കർ കേസിൽ നടത്തിയത് റെയ്ഡിന് ശേഷമല്ലേ? ഹൈദരാബാദിലെ റെസിഡൻസിൽ എന്നിട്ട് റെയ്ഡിന് ശേഷമല്ലേ? അല്ല, വെറുതെ അങ്ങ് പോയി കെ കവിത ഇരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഒരു അന്വേഷണവും നടക്കുന്നില്ല, കെ കവിത ദാ വരൂ അറസ്റ്റ് ചെയ്യട്ടെ, അങ്ങനെയൊന്നും അല്ലല്ലോ നടന്നത്. അതിന് നമ്മളിങ്ങനെയുള്ള അറസ്റ്റും ചോദ്യം സമയമുണ്ട്. കെ കവിതയുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നത് സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടന്നിരുന്നു സുജിയ. അത് സുജിയും വായിച്ചിട്ടുണ്ട്. ട്വിറ്റർ അടക്കമുള്ള വലിയ ഹാൻഡിലുകളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടില്ല, ബിആർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ BJPക്ക് പറ്റിയത്? യഥാർത്ഥത്തിൽ ഈ BRSുമായി ഒരു ഒളിച്ചുകളി നടത്തിയത് കൊണ്ടാണ് കോൺഗ്രസ് മാത്രമേ ഒരു BRSനെതിരായ ശക്തിയുള്ളൂ എന്ന് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനെ പിടിച്ച് ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ BJPക്ക് മുന്നിൽ വരാൻ പറ്റുമായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാ. അത് തിരിച്ചറിഞ്ഞു BJP. Meet the editors.